മാധ്യമവും മീഡിയ വണ്ണും കൂടി ചേർന്ന് കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസിനെ വിലയിരുത്തി ബെസ്റ്റ് മിനിസ്റ്ററെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തിയ ഈ ക്യാമ്പയിനിൽ ജനാബ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരാണ് ഏറ്റവും ബെസ്റ്റ് മിനിസ്റ്ററായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. 32,000 യൂണിറ്റുകൾ സ്ഥാപിച്ച സ്ഥാനത്ത് അത് 5 വർഷം കൊണ്ടാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 4 വർഷം കൊണ്ട് 60,000 യൂണിറ്റുകളാണ് സ്ഥാപിച്ചത്. 3,250 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റാണ് കരിവിന്റെ കാലത്ത് 5 വർഷം കൊണ്ടുണ്ടായതെങ്കിൽ 4 വർഷം കൊണ്ട് 8,500 കോടിയുടെ ാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് നേടാൻ കഴിഞ്ഞത്. യങ് ആന്ത്രപ്രനേഴ്സ് സമ്മിറ്റ് എന്നുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ഇദ്ദേഹം നടത്തിയ പരിപാടിയാണ്. ഇന്ത്യയിലെ 500-ലധികം ഡിസ്ട്രിക്റ്റുകളിൽ 50 ഡിസ്ട്രിക്റ്റുകളാണ് ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ 50 ഈ ഡിസ്ട്രിക്റ്റിൽ 14 ഡിസ്ട്രിക്ട് കേരളത്തിലാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളും ഈ ഡിസ്ട്രിക്റ്റുകളാക്കി. അത് കുഞ്ഞാലിക്കുട്ടിയുടെ തൊപ്പിയിലെ ഒരു തൂവലാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. IT മേഖലയിൽ 1 ലക്ഷം ഡയറക്റ്റ് എംപ്ലോയ്മെന്റ്, 3000-ൽ നിന്ന് 15,000 കോടിയിലേക്ക് അതിന്റെ കയറ്റുമതിയുടെ വികസനം, കളമശ്ശേരിയിൽ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് വില്ലേജ് ഇന്ത്യക്കാകെ മാതൃകയായി ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് അതിന് അനുകരണങ്ങൾ ഉണ്ടാവുകയാണ്. ഞാൻ ഈ സ്റ്റേജിലിരുന്നപ്പോൾ എന്റെ ഇടതുവശത്ത് വികസനവും വലത്തുവശത്ത് കരുതലുമായിരുന്നു. ബെസ്റ്റ് മിനിസ്റ്റർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അദ്ദേഹം എന്നും ഞങ്ങളുടെ സൂര്യനാണ്. ആ സൂര്യനാണ് ഏറ്റവും പ്രകാശം നിൽക്കേണ്ടത്. ഞങ്ങളൊക്കെ ഈ സൂര്യനിൽ നിന്നും അതിന്റെ രശ്മികൾ ഏറ്റ് പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രൻ മാത്രമാണ്. മാധ്യമവും മീഡിയ ഒന്നും എനിക്ക് അവാർഡ് തരിക എന്ന് പറയുമ്പോൾ തീർത്തും നിഷ്പക്ഷം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വ്യക്തിപരമായി ഇതിലൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മന്ത്രിസഭയിൽ കുറെ പ്രവർത്തനങ്ങൾ നടന്നു. ആ പ്രവർത്തനങ്ങളെ ആണ് അവര് വിലയിരുത്തിയത്. അത് സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങളായി കണ്ടു, നന്നായി ചെയ്തു എന്ന് അവർ പറയുന്നതിൽ സന്തോഷമുണ്ട്.